വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ചെവിയോർക്കേണ്ടി വന്നു. ഇന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിലെ യുവത്വം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം, അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ശക്തി പകരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്നും ഇന്നും നമ്മൾ എല്ലാ കാലവും എടുത്ത നിലപാടാണ്. കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ പോയവരുണ്ട്, പക്ഷെ എല്ലാ കാലവും ലീഗ് പറഞ്ഞു കോൺഗ്രസിന് പോരായ്മകളുണ്ട്, പക്ഷേ കോൺഗ്രസിന് മറ്റൊരു ബദലില്ല. കോൺഗ്രസിനെ തകർത്താൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് RSS ആണ്, BJP ആണ്. ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. ഇന്ന് ലീഗ് പറഞ്ഞത് വാക്കുകൾ അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ അന്നും ഇന്നും പറഞ്ഞു, നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന നേതാക്കന്മാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ മാത്രമല്ല, കേരളത്തിനകത്തേക്ക് വരും. ഈ നാട്ടിൽ ന്യൂനപക്ഷ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ജനവിരുദ്ധമായ ഒരു ഭരണമാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണം നമ്മൾ മലയാളികൾ എന്തെല്ലാം അതിജീവിച്ചവരാണ്. മലയാളിക്ക് ഒരു പ്രാധാന്യമുണ്ട്, കേരളത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും. നിപ്പ വന്നപ്പോ നിപ്പയെ നമ്മൾ അതിജീവിച്ചവരാണ്. കോവിഡ് വന്നപ്പോ ആ കോവിഡിനെ നമ്മൾ അതിജീവിച്ചവരാണ്. 2 തവണ പ്രളയം വന്നപ്പോ ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചവരാണ്. ആ അതിജീവിച്ച മലയാളി, ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദിയെ മാത്രമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയനെയും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട് അതിജീവിക്കും. അത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ഭരണമല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താണ്? അങ്ങേയറ്റം വർഗീയത പറയുന്ന, വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടെ നിർത്തി യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? നമ്മളൊരു സംഘടനയ്ക്കെതിരല്ല, ഒരു സമുദായത്തിനും എതിരല്ല. SNDPയും ഈഴവ സമുദായവും ഒക്കെ ഈ നാടിന്റെ പുരോഗതിക്ക് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ പാതകളെ, ഏത് പാതയിലാണോ അദ്ദേഹം സഞ്ചരിച്ചത് അതിന് നേർ വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ എത്ര പ്രസംഗങ്ങൾ ഒരു ജില്ലയെ ആക്ഷേപിക്കുന്ന, ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന, അധികാരം മുഴുവൻ മലപ്പുറം ജില്ലയിലേക്കാണ് കൊണ്ടുപോകുന്നത്.